നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതൊരു വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ അംബികൻ്റെ ഒന്നും കാര്യം പറയുന്നില്ല. ഒരു ഒരു സംസ്ഥാനം മുഴുവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം നമുക്കോ എനിക്കോട്ട് ഇനിച്ചേട്ടനോ നമുക്കൊരു ഒരാഴ്ച മുമ്പ് ഒരു ചെറിയ സൂചനയിലേക്ക്, ഞാനൊരു 12 ദിവസം മുമ്പാണ് വരുന്നത്. അന്ന് മുതൽ പിന്നെ രാഹുലും ഞാനും തമ്മിലാണ് പിന്നെ അമ്മയായിട്ട് വിളിക്കുമായിരുന്നു ഞാൻ. അല്ല, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ഇത്രയും അവർ പറയണ കാശ് കെട്ടണു, ഇത്രയും കാശ് ചെലവാക്കണു, അപ്പൊ തിരിച്ചു കിട്ടുന്നുള്ള എനിക്കങ്ങനെ ഒരു ചിന്തയെ പോയിട്ടില്ല. 1.5 ലക്ഷം രൂപ വരും പറഞ്ഞു. എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനത്തെ 2 ഇഞ്ചക്ഷനോ 3 ഇഞ്ചക്ഷനോ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ എടുത്തോ, എനിക്ക് ആളെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും. പക്ഷേ ഡോക്ടർമാരെ അവസാനത്തെ ദിവസം ഞാൻ ഈ പൈസ കെട്ടാൻ പറഞ്ഞിട്ട് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വരുവാണ്. വീട്ടിൽ വന്ന് ഒരാളോട് പൈസ എടുത്തു വച്ചേക്കാൻ പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു വേഗം വരണം, 4 മണിക്ക് എത്തണം. പിന്നെ 4 മണിക്ക് എത്തൂല, 4:30 എത്താമെന്ന്. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ശ്വാസകോശത്തിൽ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ ടേബിളിൽ തന്നെ വെച്ച് വല്ലതും സംഭവിച്ചാലോ എന്ന് ഓർത്തിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പോലും എനിക്ക് ആ തോന്നിയില്ല എന്നുള്ളതാണ്. എനിക്ക് അത് ഇത് അച്ഛനെ അറിയാം, ഇത് ചികിത്സിച്ച് പറഞ്ഞിട്ടില്ല. അല്ല, ഇത് ചികിത്സിച്ച് മാറിക്കഴിയുമ്പോഴത്തേക്കും ചെയ്യാലോ. സുബിക്കും അന്നാണ് നമ്മൾ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, സുബിക്ക് ബോധ്യമുണ്ടായിരുന്നു നിങ്ങളെല്ലാം നമുക്കറിയാം, നമുക്ക് പ്രതീക്ഷയുണ്ടെന്നൊക്കെ പറയുമ്പോഴും സുബിക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. ഞാനൊരു കോൺഫിഡൻസ് ഇല്ലാത്ത സുബിയെ ഒരു സെക്കൻഡെങ്കിലും ആദ്യം കാണുന്നത്, നമ്മൾ ഇത്രയും നാളത്തെ ബന്ധത്തിൽ ആദ്യം കാണുന്നത് ഈ സിറ്റുവേഷനിൽ സുബിക്ക് അങ്ങനെ ഒരു ഉൾവിളി വന്ന പോലെയാണ്. അതെന്ന് ചെന്നപ്പോൾ മുതൽ ഒന്ന് തിരിച്ചൊന്നും കിടത്തൂല. എന്നിട്ട് ലാസ്റ്റ് വാട്ടർ ബെഡ് കൊണ്ടുവന്നിട്ട് അതിലൊക്കെ അപ്പോൾ അവൾക്ക് സംശയമായി തോന്നുന്നു. ഇല്ല, അന്നേരം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ മാറുന്നുള്ളതാണ് ചിന്തിച്ചേക്കണത്. അന്നേരം അവിടെ കിടന്നുകൊണ്ട് അമ്മ എവിടെ നിന്ന് കാശുണ്ടാക്കും, ഇതിന് എന്തോരം പൈസ വേണമെന്ന് ഓർത്താ. അപ്പോൾ 25 ലക്ഷം അതിന് വേണ്ടി കെട്ടണമെന്ന് പറഞ്ഞു. ബാക്കി പിന്നെ ഉണ്ട് ചിലവുകൾ. അപ്പം ഞാൻ പറഞ്ഞു നീ അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ അങ്ങനെ. പക്ഷെ അവള് അങ്ങനെയൊക്കെ ചിന്തിച്ചു അവിടെ കിടന്ന്. ആന്റി ആയിട്ടുള്ള ഒരു ബോണ്ട് എവിടെ പോയാലും 2 നേരം ഫോൺ ചെയ്യും കൃത്യമായിട്ട്. ആ ഫോണൊന്നും എടുക്കാൻ വൈകിയാൽ ഞാൻ ഇത്രയും ദൂരത്ത് കിടന്ന് പണിയെടുക്കണ്, എന്നിട്ട് ഫോൺ എടുക്കാൻ നേരം വഴക്കും പറയും. വഴക്ക് പറയണതൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല, നമുക്കെല്ലാവർക്കും തമ്മിലുള്ള നമ്മള് കാണുന്നതാണല്ലോ. രാഹുലിലേക്ക് തിരിച്ചു വന്ന രാഹുൽ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 25 ദിവസവും ആശുപത്രിയിൽ നിന്ന ഒരാളാണ് രാഹുൽ. അതുമെല്ലാം ഒരു സുബി, ഒരുപക്ഷെ സുബി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെയും കൂടെ കൂട്ടിയിട്ടാണ് രാഹുൽ അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ ആ സമയത്ത് സുബിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ആ ഒരു ഓർമ്മകളിൽ കൂടെ ആണല്ലോ നിന്നത്. രാഹുല് നിന്നതും ചെയ്തതും എല്ലാം വലിയ കാര്യങ്ങളാണ്. അത് എന്നെ ഇപ്പൊ അത്ഭുതപ്പെടുന്ന പിഷാരടിക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഈ എപ്പിസോഡ്. ഇത് ഈ ഒരു പരിപാടിയുടെ സ്വഭാവം ഇതാണ്. അങ്ങനെ തീരുമാനിച്ച് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്.